കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് കണ്ണൻ കളഭാലങ്കാരത്തിൽ ഭക്തരായ നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ വേണ്ടി പോകണം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പോയി ദർശനമൊക്കെ നടത്തി. സുഖമായിട്ടുള്ള ദർശനമാണല്ലോ അവിടെ, യാതൊരു തിരക്കുമില്ല, സുഖമായിട്ട് ദർശനമായിട്ട്. അതേപോലെ നാളികേരമൊക്കെ ഉടയ്ക്കാം, മുട്ടൊക്കെ അറുത്ത് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് കാര്യത്തിനും വിഘ്നങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം തന്നെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരൂ, കൂടെ വരും. അങ്ങനെ ആ വാതിൽപ്പടി കടന്ന് അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്കൊന്ന് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം, അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. വലതേ സൈഡിലുള്ള ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത രൂപം, ആ തൂണൊന്ന് കാണാം, ആദ്യത്തെ തൂണ്. പിന്നീട് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ പ്രകാശമാണ്. സ്വർണ്ണ വിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ടിങ്ങനെ നെയ്യ് ശ്രീലകത്ത് നെയ്യ് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള പ്രകാശങ്ങൾ നമ്മളിലേക്ക് എത്തുകയാണ്. അതെത്തുമ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടു, നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു എന്നുള്ള ചിന്തയായി. അവിടെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഗുരുവായൂരപ്പൻ നമ്മളെ കാണും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ പൊന്നിൻ്റെ ആ ഗോപുരത്തിലേക്ക്, ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് മത്സ്യത്തിൻ്റെ ഉടല കാണാൻ കഴിയണത്. അപ്പം അങ്ങനെ ആ ചെളുക്ക പോലത്തെ അതിങ്ങനെ കാണാനുണ്ട്. നല്ല വലിയ വലിയ ശൽക്കങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മഞ്ഞ പട്ട് കൊണ്ട് ഉണ്ടാക്കിയ പോലെ. അങ്ങനെ വേറെ വേറെ വേറിട്ട് കാണാനുണ്ട്. പിന്നെ ആ വാലിങ്ങനെ ഒന്ന് ചെറിയ മത്സ്യത്തിൻ്റെ വാലൊന്നിങ്ങനെ ചെറുതായിട്ട് താഴത്തേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ, അതിൻ്റെ മുകളിലേക്ക് പകുതി വരെയാണത്. അതിന് ശേഷം നോക്കുമ്പോൾ അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല ഭഗവാന്റെ ഉടൽ, ആ ഉടലുമിലിങ്ങനെ അതിങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ 4 തൃക്കൈകളാണ് കാണാനുള്ളത്. 4 തൃക്കൈകളിലും കൈവളകൾ കാണാനുണ്ട്. അതേപോലെ 4ലും വേദങ്ങളാക്കി തോന്നുന്നു, ചതുർവേദങ്ങൾ ഓരോന്നോരോന്നായിട്ട് കയ്യിൽ വെച്ച മാതിരിയാണ്. അങ്ങനെയുള്ള ഒരു മഹാരൂപമാണ്, മഹാപ്രഭുവിൻ്റെ രൂപം. 4 വേദങ്ങളോട് കൂടിയ ആ മത്സ്യാവതാര മൂർത്തിയാണ് കാണാനുള്ളത്. അങ്ങനെ അതങ്ങനെ കാണാനുണ്ട്. അതുകൂടാതെ കഴുത്തിൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, പിന്നീട് കിരീടം, തലയിൽ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 എണ്ണം ഉണ്ട്, വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളത്, അങ്ങനത്തെ 2 എണ്ണം. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നിറയെ. അതുകൂടാതെ 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. ഉണ്ടമാലകൾ കുറച്ച് നല്ല കട്ടിയിലുള്ള ഉണ്ടമാലകളാണ്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും വെളുത്ത പൂവും തുളസിയായിട്ടുള്ള ഒരെണ്ണവും. അങ്ങനെ 2 വലിയ ഉണ്ടമാലകളും കാണാനുണ്ട്. ശ്രീലകത്തെ ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ മാലകൾ കൊണ്ട് അലങ്കാരങ്ങളായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ നമ്മളെല്ലാവരും കാണുന്നു എന്ന് സങ്കല്പിക്കുക. എല്ലാവരും കണ്ണടച്ചിങ്ങനെ വരുമ്പോൾ ആ മനസ്സിലേക്ക് തോന്നും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ മൂർത്തിഭാവം, ആ മത്സ്യാവതാര മൂർത്തിഭാവം കാണുക. എല്ലാ വിഷമങ്ങളും അവിടെയാണ് പങ്കുവയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ ദർശിച്ച ഒരു പ്രതീതി ഉണ്ടാവും. അതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുക. അതിനുശേഷം തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. പിന്നീട് നമ്മൾ അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ചുവരിലേക്ക് നോക്കിയാൽ ആലിലെ കണ്ണനെ കാണാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ടു തൊഴാം.
അതിനുശേഷം നേരെ വരുമ്പോൾ ആ ഗണപതിയുടെ അവിടെ വന്നിട്ട് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ നിന്നിങ്ങനെ രൂപഭാവങ്ങളൊക്കെ വരുത്തി വരുന്നേ ഉള്ളൂ. ആ കുമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കളഭം കൊണ്ടുള്ള ചാർത്ത് വരുന്നു. നല്ലൊരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. പിന്നെ നിറയെ പൂക്കൾ കൊണ്ട് അർച്ചന. എല്ലാവരും എന്താ വെച്ചാൽ ഇവിടെ അർച്ചന ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് നേരെ ആ ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ട് അർച്ചനയ്ക്ക് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ അവിടുന്ന് പ്രസാദവും കിട്ടും. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്നുള്ളതിൻ്റെ ആ ഒരു പ്രസാദം ഗണപതിയുടെ അടുത്ത് നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഗണപതിനെ കണ്ടു തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതിയുടെ ഫോട്ടോ കാണാം. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വെളുത്ത പൂ കൊണ്ടുള്ളൊരു മാല ഉണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നേരെ ആ കോർണറിലെത്തിയ ചെറിയ ഗണപതിയുടെ ആ ഒരു വിഗ്രഹം കാണാം. അതൊന്ന് തൊട്ട് തലോടിയാൽ അവിടെ ഒരു മാല, തുളസി മാല ചാർത്തിയിട്ടുണ്ടാരോ. പിന്നീട് മത്സ്യാവതാരം ആ രൂപം കാണാം. പിന്നെ കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ അങ്ങനെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിയിൽ അവിടെ നിന്ന് നോക്കിയാൽ മേൽശാന്തി ഇരിക്കണു. മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത അച്യുതൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പിന്നീട് അപ്പുറത്തേക്ക് നോക്കിയാൽ വാമന രൂപം കാണാം. പിന്നെ ഗജേന്ദ്രഘോഷത്തിലെ രൂപം കാണാം. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അത് കഴിഞ്ഞാൽ നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ ഇങ്ങനെ കാണാം. അവിടെ മുകളിൽ നിറയെ വിധാനമായിട്ട് പൂക്കൾ ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു താമരമാലയുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ തൊഴുക. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിക്കുക. ധാരാളം സമയമുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളുക. വീണ്ടും നമ്മൾ വരുന്നത് തിരിച്ചിങ്ങനെ കയറി വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളിൽ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ ഇങ്ങനെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് വരാം. ആ കൃഷ്ണനെയും കണ്ട് തൊഴുത് മുരുകനെ കണ്ട് തൊഴാം. മുരുകൻ്റെ അവിടെ നിന്ന് ഭസ്മ രാവിലെ ഒഴിച്ചതാ തോന്നുന്നു, വേറെ ഒന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുന്നു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ ഒരു വെറ്റിലമാല മാത്രമേ എന്നുള്ളൂ, കുറച്ച് കുങ്കുമമുണ്ട്. എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം, തൊഴാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടിൽ തൊഴുത് അങ്ങനെ നമ്മൾ ഓവിൻ്റെ അവിടെ വരുന്നു. ഓവിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ ആ ചുമരിൻ്റെ മുകളിൽ തന്നെ പുതിയ താമരക്കണ്ണനെ കാണാം. ആ താമരക്കണ്ണനെ നോക്കി തൊഴുക. ഇപ്പോഴും എന്താ വെച്ചാൽ പലരും ആ ഗ്രില്ലിനപ്പുറത്ത് തന്നെയാണ് താമരക്കണ്ണൻ എന്ന് വിചാരിക്കുക. അപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ല താമരക്കണ്ണൻ്റെ മാറ്റം വന്നിട്ടുണ്ട്, സ്ഥാനചലനം വന്നിട്ടുണ്ട് എന്ന്. ഒരു കണക്കിന് അത് സുഖമായി. കാരണം എന്താ വെച്ചാൽ വടക്കേ നടയിൽ അടക്കം നിന്നാലും ആ താമരക്കണ്ണനെ കാണാൻ കഴിയും. പക്ഷേ പഴയ സ്ഥലത്തില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. എന്തായാലും നമുക്ക് തൊഴുക. അതിന് ശേഷം ആ ഗ്രില്ലിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് വന്ന ഗ്രില്ലിൻ്റെ അവിടെ വന്നിട്ട് മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറ നോക്കാം. അവിടെ കിടാവളൊക്കെ ഇങ്ങനെ കത്തണം. അവിടെ നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മുടെ കണ്ണനെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് വെച്ചാൽ ആ സങ്കല്പത്തിൽ നമ്മുടെ ഉണ്ണി അവിടെ കളിക്കണു എന്നുള്ള ആ ഒരു ചിന്ത നോക്കാം. ആ ചെറിയ കുട്ടികളിങ്ങനെ കളിക്കില്ലേ, ആ രൂപത്തിൽ നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണീനെ കാണാം. നൃത്താറ എന്നാണ് പറയുക. എന്നാലും ഏത് രൂപത്തിലാണോ നമ്മളെ മനസ്സിൽ തോന്നുന്നത് ആ രൂപത്തിൽ നമുക്ക് ആ കണ്ണനെ കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ ആ ഗ്രില്ലൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ കുറച്ചങ്ങോട്ട് വടക്കുന്ന് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ
കൃഷ്ണാട്ടത്തിൻ്റെ രൂപം കാണാം. പിന്നെ കുറൂരമ്മേനെയും നാരദരെയും കാണാം. അതുപോലെയുള്ള രൂപങ്ങളൊക്കെ ഇങ്ങനെ കാണാം. വസുദേവരെയൊക്കെ കാണാം. ആനന്ദൻ്റെ കൊടക്കീഴിലിങ്ങനെ വരുന്ന വസുദേവരെ കാണാം. പിന്നീട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്നാൽ അവിടെയൊക്കെ നല്ല തിരക്കാണ്. എന്നാലും അതിലൂടെ പോയാൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് തൊടാം. വീണ്ടും നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതി ഇപ്പോൾ നമ്മളെ കാത്തിരിക്കാവേ. എങ്ങനെ വരുന്ന ഭക്തന്മാർ, എൻ്റെ മക്കൾ എങ്ങനെ വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. അവിടെ നല്ല തിരക്കാണ്. എന്നിരുന്നാലും നമുക്ക് അതിലൂടെ അങ്ങനെ പോയി ആ ഭഗവതിയുടെ മുന്നിലേക്ക്, സവിധത്തിലേക്ക് എത്തിയിട്ട് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നുള്ള ആ ചിന്തയിൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ആ ഭഗവതി വളരെ പുഞ്ചിരിച്ച് സുന്ദര മുഖത്തോടു കൂടി വളരെ മനോഹരിയായിട്ട് ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുക. നല്ല ചുവന്ന പട്ടൊക്കെ ഉടുത്ത് പുറകിലൊരു നീല കളറ് ഇതൊക്കെ ഇങ്ങനെ വെച്ച് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കണ്ണെഴുതി പൊട്ട് തൊട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അമ്മ അതിസുന്ദരിയായിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. എടത്തരികത്തുകാവിലെ അമ്മേനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് വടക്കേ ഭാഗത്തേക്ക് എത്തിയിട്ട് തിരിഞ്ഞ് പടിഞ്ഞാറ് വടക്കേ ഭാഗത്തേക്ക് നോക്കുക. അപ്പോൾ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മമ്മിയൂർ പോയി തൊഴുന്ന പോലെ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ മമ്മിയൂർ പോയി തൊഴുത ആ ഒരു പ്രതീതി ഉണ്ടാവും. ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അതങ്ങനെ കൊടുത്തൊരു വരദാനമാണ്. അവിടെ നിന്ന് തൊഴുതാൽ മതി എന്നുള്ളത്. എല്ലാവർക്കും മമ്മിയൂർ എത്താൻ കഴിയാത്തവർക്കൊക്കെ അവിടെ നിന്ന് തൊഴുതാലും മമ്മിയൂർ എത്താം എന്നുള്ളതാണ്. മമ്മിയൂരപ്പനെ കണ്ടു എന്നുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അതിനുശേഷം നമ്മൾക്കിങ്ങനെ പോകുമ്പോൾ അന്ന് കൊടിമരം വഴി വിട്ടത് കാരണം അവിടെ കുറച്ച് തിരക്കൊക്കെയാണ്. എന്നാലും കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി മത്സ്യാവതാര മൂർത്തിയെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിലേക്ക് നോക്കി ആ കടാവൾക്ക് കത്തി നിൽക്കണു. അപ്പോൾ അവിടെയും പ്രാർത്ഥിച്ച് ഇനി അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വന്ന് അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് കളപ്പച്ചാർത്തൊക്കെ ഇങ്ങനെ വരുന്നു. ചന്ദനച്ചാർത്ത് മുഖമൊക്കെ ഇങ്ങനെ ചാർത്തി വരികയാണ്. കറുത്ത മുണ്ടും നീല മുണ്ടും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ ഭൂതനാഥനെ കണ്ട് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലേക്ക് വരുന്നു. പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല സ്വരൂപത്തിൽ ഇങ്ങനെ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ കുറച്ചുകൂടി പുറകിലോട്ട് നീങ്ങി നിന്ന് നോക്കിയാൽ, കിഴക്കോട്ട് നോക്കിയാൽ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ട് തൊഴുതു എല്ലാവരും കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തും. എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരിലെത്തി തൊഴുന്ന പ്രതീതി എല്ലാവർക്കും ഉണ്ടാവും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ, എല്ലാവരിലേക്കും എത്തട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.